ഹലോ, ഇതെവിടെ പോവാ? വന്ന് ചോദിക്കട്ടെ, ഇതെവിടെ പോവാ? ഗ്രൂമിങ് നടക്കുന്ന മുറിയിലാണ് ഞാൻ പോകുന്നത്. ഗ്രൂമിങ് നടക്കുന്ന റൂമിലേക്ക് പോവാ? അല്ല, ഇത് കുട്ടി ഗ്രൂമർ അല്ലേ? നമ്മുടെ വലിയ ഗ്രൂമർ എവിടെ പോയി? എന്നാ ബഷീറിന്റെ വലിയ ഗ്രൂമറായി നമ്മുടെ ബഷീർക്ക് എവിടെ? ഉപ്പ ഇതാ വരുന്നു. എവിടെ? ഇവിടെ ഞാൻ അവിടെ കുറച്ച് പാട്ട് പഠിക്കാനുള്ള ഒരു തിരക്കിലായിരുന്നു. ഗ്രൂമിങ് അവരെ പഠിപ്പിച്ചോണ്ടിരിക്കുകയായിരുന്നു. അല്ല ബഷീർക്ക്, നമ്മുടെ എപ്പിസോഡ് എടുത്ത് തുടങ്ങാറ്. അത് നടക്കട്ടെ, നമുക്ക് നമ്മുടെ ആവശ്യമില്ലല്ലോ. പറഞ്ഞിട്ട് കാര്യം എപ്പോഴും ബിഹൈൻഡ് ദ സ്ക്രീനിൽ. ഇന്ന് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഒന്ന് അടിച്ചു പൊളിച്ചൊരു വെൽക്കം ഒക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പുതിയ ഇങ്ങനെ വരാറില്ല. അത് കുഴപ്പമില്ല. ഇന്ന് എന്തായാലും വന്ന സ്ഥിതിക്ക് എങ്ങനെയാ പോവാ? അത് ശരിയല്ല. ഒരുമിച്ച് നമുക്കൊന്ന് വെൽക്കം ചെയ്യാം. വെൽക്കം ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ കുട്ടി പട്ടർമാൽ സീസൺ 2 ഇപ്പൊ തീരെ പ്രായം കുറഞ്ഞ് ഇപ്പോ കുട്ടി 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 പട്ടർമാലായിരിക്കാണ്. അപ്പോ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. സോ വെൽക്കം യു ടു കുട്ടി 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 പട്ടർമാൽ. സീസൺ 2 ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ നമ്മുടെ പ്രൈസുകളെ പറ്റി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ വിജയികൾക്ക് ലഭിക്കാൻ പോകുന്നത് സുൽത്താൻ ഗോൾഡ് ഇന്റർനാഷണൽ നൽകുന്ന 5 ലക്ഷം രൂപയുടെ സമ്മാനമാണ്. അതുകൂടാതെ ഇങ്ങനെ കോമേറ്റ് ഒട്ടനവധി സമ്മാനങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മുടെ കുട്ടീസ് ഇവിടെ പെർഫോം ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ ജഡ്ജിങ് പാനലിൽ നമുക്ക് വെൽക്കം ചെയ്യണ്ടേ? അപ്പോൾ എന്നും ഗ്രൂമിങ് മാത്രം ചെയ്താൽ മതിയോ? ഒരു ചേഞ്ചിങ്, ഒരു ആങ്കറിങ് കൂടെ ആയാലോ? എന്താ പറയാ, നമ്മുടെ കുട്ടി ഗ്രൂമറിനും വലിയ ഗ്രൂമറിനും കൂടെ നമ്മുടെ ജഡ്ജസിനെ വെൽക്കം ചെയ്യോ? നിങ്ങൾ രണ്ടുപേരും കൂടെ കുട്ടി വെൽക്കം ചെയ്യൂ. ലെറ്റ്സ് വെൽക്കം ശബനത. ലെറ്റ്സ് വെൽക്കം ഫിറോസിക. ലെറ്റ്സ് വെൽക്കം സജനത. പ്രിയപ്പെട്ട ഓർക്കസ്ട്ര. അപ്പോൾ ഇന്ന് നിങ്ങൾ എല്ലാവരും വേണ്ടി വെൽക്കം ചെയ്തു. ഞാൻ പറഞ്ഞില്ലേ, ഇന്നൊരു സെലിബ്രേഷൻ മൂഡ് എപ്പിസോഡ് തന്നെയാണ്. അപ്പൊ തികച്ചും ഒരു വ്യത്യസ്തമായ എപ്പിസോഡ് തന്നെയാണ്. വെൽക്കം എന്താ ബഷീർക്ക്, അങ്ങനെ വെറുതെ ഒന്നും നമ്മൾ വിടില്ല. വന്ന സ്ഥിതിക്ക് ഒരു പാട്ട് പാടിയിട്ടേ പോകാൻ പറ്റുള്ളൂ. ഒരു ഭയങ്കര സന്തോഷമല്ലേ ഉപ്പയും മോളും കൂടെ ഒക്കെ പാടുക എന്നൊക്കെ പറയണേ. അത് കുട്ടി പട്ടർമാൽ എന്നുള്ള വേദിയില്. അപ്പൊ നമുക്ക് എല്ലാ മക്കളെയും ചേർത്തിട്ട് നമുക്കൊരു പാട്ട്. തീർച്ചയായിട്ടും. അപ്പൊ എല്ലാ കുട്ടീസ് പ്ലീസ് സ്റ്റേജിലേക്ക് വരും. എന്തെല്ലാം വർണ്ണങ്ങൾ, എന്തെല്ലാം ഗന്ധങ്ങൾ, എന്തെല്ലാം പൂക്കളി ഉദ്യാനത്തിൽ, അതുപോൽ ഏതെല്ലാം ജാതിക്കാർ ഭാരതത്തിൽ. അതുപോലെ കറുത്തിട്ടും നമ്മൾ വെളുത്തിട്ടുമാണേലും കരുത്തേകും ചോരയ്ക്കൊരൊറ്റ വർണ്ണം. കേട്ടാൽ കരളിൻ കൂടി പിന്നോരൊറ്റ ശബ്ദം. അതുപോലെ ആദം പീതാവിൻ്റെ ഹൗവമാതാവിൻ്റെ ആരംഭ കൺമണി മക്കൾ നമ്മൾ. സഹജർ ആരാരും വന്യന്മാരല്ല നമ്മൾ. എന്തെല്ലാം
പകയും സൂയയും പലവേദ ചിന്തയും പതിവാക്കാതോറ്റ മനസ്സുമായി നമ്മൾ പരിശുദ്ധരായാൽ ജയിച്ചു പോയി. എന്തെല്ലാം വർണ്ണങ്ങൾ, എന്തെല്ലാം ഗന്ധങ്ങൾ, എന്തെല്ലാം പൂക്കളി ഉദ്യാനത്തിൽ, അതുപോൽ ഏതെല്ലാം ജാതിക്കാർ ഭാരതത്തിൽ. എന്തെല്ലാം വർണ്ണങ്ങൾ, എന്തെല്ലാം ഗന്ധങ്ങൾ, ഏതെല്ലാം പൂക്കളി ഉദ്യാനത്തിൽ, അതുപോൽ ഏതെല്ലാം ജാതിക്കാർ ഭാരതത്തിൽ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ കുട്ടി 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 പട്ടുമാൽ സീസൺ 2-ൽ നമ്മളോടൊപ്പം ഒരു സുന്ദരി കുട്ടി എത്തിയിട്ടുണ്ട്. അൽഹനയാണ്. ഇൻ മണിമാരനും മഞ്ചത്തെയും സ്വാഗതം ചെയ്യാം. അൽഹന. ഹായ്, എൻ്റെ പേര് അൽഹന. ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ കാഞ്ഞിരപ്പറ്റന്ന് വരുന്നു. എനിക്ക് ചെറുപ്പം മുതലേ പാട്ടുകൾ ഭയങ്കര ഇഷ്ടമാണ്. ഈ കുട്ടി പട്ടുമാലിൽ നിങ്ങളോടൊപ്പം ഞാനുണ്ടാവും. അൽഹന കുട്ടി. ഹലോ. ഹലോ. ഹൗ ആർ യു? ഐ ആം ഫൈൻ, താങ്ക് യു. വെരി ഫൈൻ ആണോ? വെരി ഫൈൻ ആണ് അല്ലേ? ആഹാ, ഏത് ക്ലാസ്സിലെ മോള് പഠിക്കണേ? 2-ലോട്ടാവാൻ പോണ്. 2-ലോട്ടാവാൻ പോണേണോ? ആഹാ, അപ്പൊ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് കഴിഞ്ഞോ? അത് UKG ന്നാണോ? ഫസ്റ്റ് സ്റ്റാൻഡേർഡ് കഴിഞ്ഞു. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് കഴിഞ്ഞിട്ട് സെക്കൻഡ് സ്റ്റാൻഡേർഡിലേക്ക് അല്ലേ? സംശയമുണ്ടോ? ഇല്ല അല്ലേ? ഏത് ടീച്ചറെ ഏറ്റവും ഇഷ്ടം? നിങ്ങളുടെ ക്ലാസ് ടീച്ചർ. ക്ലാസ് ടീച്ചറിന്റെ പേരെന്താ? ജാസ്മിൻ. ജാസ്മിൻ ടീച്ചറോട് പറഞ്ഞോ കുട്ടി പട്ടുമാലില് പാടാൻ പോവാ ഞാൻ? ഇല്ല. നോണ ഇല്ല. പറഞ്ഞില്ലല്ലോ? ഇല്ല. അതെന്താ പറയാണ്ടിരുന്നേ? മറന്നുപോയി അല്ലേ? അപ്പൊ ശരി, അപ്പൊ ഇതിൽ നമുക്ക് ടീച്ചർക്ക് വേണ്ടിട്ട് ഇപ്പൊ ഒരു പാട്ട് പാടാം. ആദ്യമായിട്ട് പാടാൻ പോവാണ്. അതിനു മുമ്പ് ഏത് നാട്ടിൽ നിന്നാ വരണേ? എടപ്പള്ളി. എടപ്പള്ളി, എറണാകുളത്തു നിന്നാണ് വരണേ? ആഹാ, ശരി. അപ്പൊ ഏതായാലും ഏത് പാട്ടാ ടീച്ചർക്ക് വേണ്ടിട്ട് പാടാൻ പോണേ? കസ്തൂരി തൈലമിട്ട്. കസ്തൂരി തൈലമിട്ട് മുടിമിനിക്ക് മുടിയൊന്ന് കാണിച്ചു കൊടുത്ത എല്ലാവർക്കും. ആ, കസ്തൂരി തൈലം ഇട്ടിട്ടുണ്ടോ ഈ മുടിയില്? സത്യം? ആ, സത്യം. ഇപ്പൊ ഏതായാലും ഈ പാട്ട് നമുക്കൊന്നും കേൾക്കാം കേട്ടോ. ഓൾ ദി ബെസ്റ്റ് മോളും. കസ്തൂരി തൈലമിട്ട് മുടി മിനുക്കി, മുത്തോട് മുത്ത് വെച്ച വള കിലുക്കി, കയ്യിൽ മുത്തോട് മുത്ത് വെച്ച വള കിലുക്കി, മന്ദാര കുളങ്ങരെ കുളിച്ചൊരുങ്ങി, മംഗല്യ
ക്യൂട്ടായിട്ടാ പാട്ട് പാടിയേ. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഈ ഡ്രസ്സിൽ ഇങ്ങനെ പാട്ടൊക്കെ പാടുമ്പോഴൊക്കെ നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ ഏകദേശം മാച്ചിങ് ആണ് അല്ലേ? താങ്ക് യു. നമ്മൾ രണ്ടുപേരും മാച്ചിങ് ആണ് വന്നിട്ടുള്ളത് അല്ലേ? അപ്പൊ ഈ പാട്ടിനെ പറ്റി ചോദിക്കാം. അതിനു മുമ്പ് ഈ പാട്ടാരാ പഠിപ്പിച്ചെന്നെ? ഉമ്മച്ചി. ഉമ്മച്ചി മ്യൂസിക് ടീച്ചറാണോ? ആഹാ. അപ്പോൾ ഉമ്മച്ചിയാണ് ഈ പാട്ട് പഠിപ്പിച്ചു തന്നത്. അപ്പോൾ ഉമ്മച്ചി പഠിപ്പിച്ചു തന്ന ഈ പാട്ട് അൽഹന കുട്ടി എങ്ങനെ പാടി എന്നുള്ള ചോദിക്കാം നമുക്ക്. സജില. അൽഹന, എന്താണ് നല്ല സുന്ദരി കുട്ടിയായിട്ടുണ്ടല്ലോ. ഉമ്മയായിരിക്കും അല്ലേ അണിയിച്ചൊരുക്കിയത്? നല്ല മൊഞ്ചത്തിയായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു. ഇതാരാ പാടിയറിയോ? ആരാണ്? അറിയില്ല. മാധുര്യമ്മ പാടിയ പാട്ടാണ്. ദേവരാജ മാസ്റ്ററിന്റെ സംഗീതം. ആർക്കും അറിയാത്ത ഈ പാട്ട് അല്ലേ? ഈ ലോകം മൊത്തം അറിയുന്ന ഒരു പാട്ടാണ് മോൾ എടുത്ത് വന്നേ. മോളുടെ ഈ പ്രായത്തിൽ എടുത്താൽ പൊന്തുന്ന പാട്ടാണോ ഇത്? അല്ലല്ലോ. എന്നിട്ടും മോൾ അത് എടുത്തു വന്ന് പാടി. അതും മോള് എന്താ പറയുക, മോളുടെ കഴിവിനെ കൊണ്ട് പരമാവധി പാടാൻ പറ്റുന്ന എത്രയാണോ അത്രക്കും മോള് പാടി. നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു എഫേർട്ടിന് എന്തായാലും നല്ലൊരു കയ്യടിയുണ്ട് കേട്ടോ മോൾക്ക്. താങ്ക് യു. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ അഭിപ്രായമൊന്നും പറയേണ്ട ആവശ്യം വരുന്നില്ല. കാരണം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ തന്നെ വീട്ടിൽ നിന്ന് വലിയൊരു കയ്യടി മോൾക്ക് തന്നു കഴിഞ്ഞിട്ടുണ്ടാവും. അത്രക്കും മനോഹരമായിരുന്നു മോളെ പാടിയത്. പിന്നെ വേറൊരു കാര്യം മോൾ പാടുമ്പോൾ ശ്രദ്ധിച്ചത്, നമ്മളുടെ ജാനകി അമ്മ പാടുന്ന മോള് കണ്ടിട്ടുണ്ടോ? സ്റ്റേജിലൊക്കെ തല ഒന്നും അനങ്ങില്ല. ഇങ്ങനെ ഹൈലൊക്കെ പാടുമ്പോഴേ എവിടെ നിന്നാണ് അത് വരുന്നതെന്ന് തോന്നുന്നു. നമ്മളൊക്കെ പാടുമ്പോൾ ഫുൾ മുഖമൊക്കെ നമ്മളൊക്കെ പാടുമ്പോൾ എങ്ങനെയായിരിക്കും ഉണ്ടാകാൻ? കുറച്ച് സ്ട്രെയിനൊക്കെ നമുക്ക് കാണാൻ പറ്റില്ലേ? പക്ഷെ അതുപോലെയാണ് മോള് ഹൈയിലൊക്കെ പാടുമ്പം മോളുടെ തലയൊന്നും അനങ്ങുന്നില്ല. ഇങ്ങനെ എന്താന്ന് ആ ഹൈ പിച്ചൊക്കെ കറക്റ്റ് അങ്ങ് എത്തിച്ചു. അതും റെക്കോർഡ് പിച്ചിലാണ് പാടിയല്ലേ, ഒറിജിനൽ പിച്ചിലാണ് പാടിയത്. അതൊക്കെ വലിയൊരു കാര്യമാണ് മോളെ. ഈ ഒരു ചെറിയ പ്രായത്തിൽ ഇത്രയും വലിയൊരു പാട്ട് അതും റെക്കോർഡ് പിച്ചിൽ പാടുക എന്ന് വെച്ചാൽ വലിയൊരു കാര്യം തന്നെയാണ്. പിന്നെ ലാസ്റ്റൊക്കെ ആകുമ്പോഴേക്കും മോള് തളർന്നു പോയി അല്ലേ, കിതച്ചു പോയി പാടിയിട്ട്. അതിനെന്താ ചെയ്യേണ്ടത്? നമ്മൾ നന്നായി ഫുഡൊക്കെ കഴിക്കോ? നന്നായിട്ട് ഭക്ഷണം കഴിക്കോ? എന്താ ഇഷ്ടപ്പെട്ട ഫുഡ്? അറിയില്ല. ഫുഡ് അറിയില്ലേ ഇഷ്ടപ്പെട്ടത്? ഇഷ്ടപ്പെട്ട ഫുഡ് ഉണ്ടാവുമല്ലോ. ബിരിയാണിയോ പത്തിരിയോ? പത്തിരിയും പിന്നെ കറി എന്താ? കറി ചിക്കൻ. ചിക്കൻ കറിയും പത്തിരിയും ഉമ്മ ഉണ്ടാക്കി തരുന്നുണ്ടോ? ഉണ്ടാക്കി തരില്ല. തരില്ലേ ഉമ്മ? ഉണ്ടാക്കി കഴിക്കും. പിന്നെ ഉമ്മ ഉണ്ടാക്കി കൊടുക്കിട്ടോ. മോള് ലാസ്റ്റ് ആകുമ്പോൾ തളർന്നു പോകുന്നു. ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ ആക്കി കൊടുത്ത് മോള് നന്നായി കഴിക്കട്ടെ. അപ്പൊ ഉമ്മ എന്താ ഉണ്ടാക്കി തരാറ്? ബിരിയാണി ഉണ്ടാക്കി തരോ? ബിരിയാണി ഉണ്ടാക്കി തരില്ല. അതും ഉണ്ടാക്കി തരില്ല. സാധാ ചോറ് മാത്രം അതേ ഉണ്ടാക്കി തരുള്ളൂ. മടിച്ചാണ് അല്ലേ? അപ്പൊ ഉമ്മ ഭക്ഷണം ഒന്നും ഉണ്ടാക്കില്ല. നമുക്ക് ഉമ്മാനോട് പറഞ്ഞിട്ട് എല്ലാം ശരിയാക്കാം കേട്ടോ. ഈ ഒരു എപ്പിസോഡ് കഴിയുമ്പോഴേക്കും ഉമ്മ എല്ലാം നമുക്ക് ഉണ്ടാക്കി തരും. അപ്പൊ നന്നായി ഭക്ഷണം കഴിക്കുക. എന്നിട്ട് ആ തളർച്ചയൊക്കെ മാറ്റിയിട്ട് അടുത്ത പ്രാവശ്യം നമുക്ക് നല്ല ഫുൾ എനർജിയിൽ പാടാം കേട്ടോ. താങ്ക് യു സജില. ഉമ്മ എടുത്ത് പിണങ്ങണോ നമുക്ക്? ഉമ്മയുടെ അടുത്ത് ഞങ്ങൾ പങ്കൂല. പറയൂ. ഉമ്മയുടെ അടുത്ത് ഞാൻ പങ്കൂല. അതന്നെ. ഇനി ബിരിയാണി ഉണ്ടാക്കി തന്നാലേ നമ്മളെ കൂടുള്ളൂ അല്ലേ? ആ അതെ. അപ്പൊ ഫിറോസിക്ക. അൽഹനക്കുട്ടി, ഉമ്മ പാടാൻ കയറുമ്പോൾ പറഞ്ഞു ഇനി കെൻഡുക്കി ഫ്രൈഡ് ചിക്കൻ ആണോ ഇഷ്ടമെന്ന് പറഞ്ഞാലും ഉമ്മ ഉണ്ടാക്കി തരുമെന്ന് പറയണമെന്ന്. മോള് സത്യം പറഞ്ഞു. മോള് സത്യം അങ്ങോട്ട് പറഞ്ഞു, ഉമ്മ ഒന്നും ഉണ്ടാക്കി തരലില്ല എന്ന്. അതാണ് പിള്ള മനസ്സിൽ കള്ളമില്ല എന്ന് പറയുന്നത്. തോന്നേണ്ട തമാശ പറഞ്ഞാണ്. അപ്പോൾ മോള് നന്നായി പാടി, ഉഷാറായി പാടി കേട്ടോ. നിങ്ങളൊക്കെ പാടുമ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ സന്തോഷമുള്ള പാട്ടും സങ്കടമുള്ള പാട്ടും നിങ്ങൾ വ്യത്യസ്ത വിഷയങ്ങളെടുത്ത് പാടുമ്പോഴും ഞങ്ങൾക്കിങ്ങനെ ഒരു കിടുക്കമാണ്. അതായത് എന്തോ ഒരു വിഷമം. അത് പാട്ടിൻ്റെ വിഷമം എന്നല്ല ഉദ്ദേശിച്ചത്. എന്താപ്പോൾ നിങ്ങൾ ഈ ചെയ്യുന്നത് എന്നാലോചിച്ചിട്ട്, എന്താ നിങ്ങൾ ഈ ചെയ്യുന്നത്? കുട്ടിപ്പട്ടുമാലിൽ തിരഞ്ഞെടുത്ത കുരുന്ന് പ്രതിഭകൾ ഈ പ്രേക്ഷകർക്ക് വേണ്ടി എന്തൊക്കെയാണ് പാടിക്കൊടുക്കുന്നത്. മോൾ എഫ് എന്ന് പറയുന്ന ശ്രുതിക്ക് കസ്തൂരി തൈലമിട്ട് പാടിയതാണ് ഞങ്ങളെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത്. മാധുര്യമ്മ പാടിയ ശ്രുതി സജില പറഞ്ഞു ആ ശ്രുതിക്ക് തന്നെ മോളത് പാടി. ആ ശ്രുതിക്ക് മോൾ അതിൻ്റെ 2 അനുപല്ലവി ആ നോട്ട് എത്തിച്ച് പാടിയില്ലേ? ഒരു വട്ടം ഒന്ന് പാടിയത് ശ്രുതിയിൽ, ജസ്റ്റ് ശ്രുതി. എന്നും പാടൂ, പാടിക്കോ. എന്നും 16 വയസ്സാണ്, കൽബിൽ ഏതു നേരവും കനവാണ്.
കനവാണ് എന്നൊക്കെ ഇങ്ങനെ ഒടിഞ്ഞു വരാൻ എന്ത് പ്രയാസപ്പെടുന്നു. പക്ഷേ ആ നോട്ട് എത്തിച്ച് പാടിയത് ഒരു അത്ഭുതം തന്നെയാണ് മോളെ. അത് ഇതൊരു ചരിത്ര സംഭവം തന്നെയാണ്, ഒരു സംശയവുമില്ല. വീണ്ടും ആവർത്തിക്കുകയാണ്, ഒരു വട്ടം ആവർത്തിച്ചു കുട്ടിപ്പട്ടർമാലിൽ ചരിത്രം. ആ ചരിത്രം വീണ്ടും ഇത് ആവർത്തിക്കാൻ പോകുന്നു. കേട്ടോ, ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു ഫിറോസിക്ക, താങ്ക് യു സോ മച്ച്. നൗ മൂവിങ് ഓൺ ടു ഷബ്നം. ഷബ്നം അങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ് അല്ലേ നമ്മുടെ മോളുടെ പാട്ടിനെ പറ്റി പറയാൻ. പറയൂ. ഇങ്ങനെ പാടാൻ തുടങ്ങിയ എന്താ ചെയ്യുക? ഈ കുട്ടീസ് എന്താ ചെയ്യുക? ഇപ്പം ഞങ്ങളൊക്കെ ഇങ്ങനെ പാടാൻ തുടങ്ങിയ ഇത് വലിയ വലിയ പാട്ടുകൾ എടുത്തിട്ട് വന്നിട്ട് ഞാൻ ഒത്തിരി പേര് ഈ കസ്തൂരി തൈലമിട്ട് പാടി കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ കേട്ടതിൽ, ഇത്രയും നാൾ ഞാൻ കേട്ടതിൽ ഏറ്റവും ക്യൂട്ട് വേർഷൻ ആയിരുന്നു ഇത്. അത്ര ക്യൂട്ടായിരുന്നു. മോളുടെ പ്രൊനൗൺസിയേഷനൊക്കെ വളരെ ക്യൂട്ടായിരുന്നു. കൽബിലേന്ന് അല്ല, കൽബിലെ എന്ന കാ വെച്ചിട്ടാണ് പറയുന്നെങ്കിലും അത് കേൾക്കാൻ ഭയങ്കര രസമായിരുന്നു, സ്വീറ്റായിരുന്നു. പിന്നെ സാധാരണ ഈ കുട്ടിപ്പട്ടറുമാൽ ഇപ്പം ഇതല്ല, കുട്ടികൾ പിന്നെ ഓരോ വലിയ പാട്ടെടുത്തിട്ട് പാടുമ്പോൾ നമ്മൾ പറയും, നമ്മൾ ഓഡിയൻസൊക്കെ പറയും, ഓ തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്നു എന്ന്. പക്ഷേ നമ്മളിവിടെ ഇപ്പം ഞാൻ വന്നതിന് ശേഷം ഈ കുട്ടിപ്പട്ടറുമാലിൽ പാറയെടുക്കുന്ന തുമ്പികളാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാം. ഒരു സംശയമില്ല, കല്ലല്ല, അവർ പാറ വരെ എടുക്കും. അതിപ്പോൾ മനസ്സിലായി, തെളിയിച്ച് തന്നുകൊണ്ടേ ഇരിക്കുന്നു. കേട്ടോ, നന്നായിട്ട് പാടും മോളെ. ഇറ്റ് വാസ് സൂപ്പർബ്. താങ്ക് യു സോ മച്ച് ഷബ്നം. ഏതായാലും കമന്റ്സ് ഒക്കെ കേട്ടു നമ്മള്. ഇനി നമുക്ക് മാർക്സ് ചോദിക്കാൻ പോവാ. ചോദിക്കും. ചോദിച്ചോ, ഞങ്ങൾക്കൊന്നും പ്രശ്നമൊന്നുമില്ല. ഫിറോസിക്ക, ഔട്ട് ഓഫ് 40 എന്താ ഔട്ട് ഓഫ് 40 എന്ന് പറഞ്ഞാൽ? എടുത്ത് ചോദിച്ചു എന്ന് പറഞ്ഞില്ലേ, ഞാൻ ചോദിച്ചു. ലക്ഷ്മി ചേച്ചി ഇപ്പൊ ചോദിച്ചല്ലേ എന്നോട്, ഔട്ട് ഓഫ് 40 എന്താ അത്? ഈ കടയിലൊക്കെ പോകുമ്പോഴേ ഇങ്ങനെ ഒരു മുട്ട ഷേപ്പിലൊരു ചോക്ലേറ്റ് വാങ്ങാൻ കിട്ടില്ല, അതിൻ്റെ ഉള്ളിൽ കുറെ ടോയ്സ് ഒക്കെ ഇട്ട്, അതാണ് ഔട്ട് ഓഫ് 40. അതിന്റെ പേരെന്താ? ആ സാധനത്തിന്റെ അമേരിക്കയിലെ പേരാണ് ഔട്ട് ഓഫ് 40. അതിന് നമ്മുടെ കേരളത്തിൽ കിൻഡർ ജോയ് എന്ന് പറയും. മനസ്സിലായോ? അപ്പൊ ഇനി അമേരിക്കയിലൊക്കെ പോകുമ്പോൾ വല്ലപ്പോഴും വലിയ കുട്ടിപ്പട്ടറുമാരിൽ വലിയ ഗായികയൊക്കെ ആയിട്ട് ട്രിപ്പൊക്കെ ഉണ്ടാവും. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ കടയിൽ ചെന്ന് ചോദിക്കണം ഔട്ട് ഓഫ് 40 ഉണ്ടോന്ന്. കേട്ടോ, ചോദിക്കണേ കേട്ടോ. അത് തരട്ടെ. 40 മോൾക്ക് 38.5. 38.5 ഔട്ട് ഓഫ് 40. ഇനി ഔട്ട് ഓഫ് 30 അടുത്ത കിൻഡർ ജോയ് തന്നോളൂ. 29 കിൻഡർ ജോയ്. 29 out of 30. Sachla, out of 30 again. ഇങ്ങനെ ഒരു വലിയൊരു പാട്ടെടുത്ത് വന്നതിൽ മോക്ക് ഞാൻ 29.5. 29.5 out of 30. അങ്ങനെ നമ്മുടെ അൽഹന കുട്ടിക്ക് ടോട്ടൽ സ്കോർ കിട്ടിയിട്ടുള്ളത് 97 out of 100. അൽഹന കുട്ടി നമ്മുടെ എല്ലാ വ്യൂവേഴ്സോടെ വീട്ടിലിരുന്ന് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്കൊക്കെ ഒരു ഫ്ലൈങ് കിസ് കൊടുത്തിട്ട് എൻ്റെ പാട്ട് ഇഷ്ടമായെങ്കിൽ വീണ്ടും അടുത്ത റൗണ്ടിൽ വരാൻ പറയൂ. ഒരു ഫ്ലൈങ് കിസ് കൊടുത്തിട്ട് പറയൂ. എൻ്റെ പാട്ട് ഇഷ്ടമായെങ്കിൽ അടുത്ത റൗണ്ടിൽ ഞാൻ വീണ്ടും വരാൻ പറയൂ. എൻ്റെ പാട്ട് ഇഷ്ടമാണെങ്കിൽ അടുത്ത റൗണ്ടിൽ ഞാൻ വീണ്ടും വരാൻ പറയും. അടുത്ത റൗണ്ടിൽ വീണ്ടും വരും. ശരി, താങ്ക് യു. ഈ കുട്ടിപ്പട്ടർമാലിൽ ഇനി മണിമാരനും മൊഞ്ചത്തി എന്ന റൗണ്ടിൽ ഹാഷിം തയ്യാറായിട്ടുണ്ട്. ലെറ്റ്സ് വെൽക്കം ഹാഷിം. ഹായ്, ഞാൻ മുഹമ്മദ് ഹാഷിം. ഞാൻ എറണാകുളം ജില്ലയിലെ മാറ്റുപുഴയിൽ നിന്ന് വരുന്നു. എനിക്ക് മാപ്പിള പാട്ടുകൾ പാടാൻ വളരെയധികം ഇഷ്ടമാണ്. ഞാൻ കുറച്ചു കാലമായി സംഗീതം പഠിക്കുന്നുണ്ട്. ഇനി മുതൽ കുട്ടിപ്പട്ടർമാലിൽ നിങ്ങളോടൊപ്പം നല്ല മാപ്പിള പാട്ടുകളുമായി ഞാനും ഉണ്ടാകും. ഹലോ ഹാഷിം. എന്തോ ഇതെന്താ എൻ്റെ ഡ്രസ്സിനെ മാച്ച് ആയിട്ട് ഇട്ടതാണോ അതോ ഹാഷിമിന്റെ ഡ്രസ്സിന് ഞാൻ മാച്ച് ആയിട്ട് ഇട്ടതാണോ? അങ്ങനെയൊന്നുമില്ല. നമ്മൾ രണ്ടൊരു കോയിൻസിഡൻസ് ആയിട്ട് ഇട്ടു അല്ലേ? എവിടുന്ന് വരണേ ഹാഷിം? മൂവാറ്റുപുഴ. ഇപ്പൊ ഏത് ക്ലാസ്സിലാ പഠിക്കണേ? 6 ഏത് സ്കൂളിലാ? നിർമ്മല ഹയർ സെക്കൻഡറി. നന്നായി പഠിക്കോ? എന്നാലും ഫസ്റ്റ് റാങ്ക് ആണോ? അല്ല. സെക്കൻഡ് റാങ്ക് ആണോ? അല്ല. വേണ്ട, ഇനി ഞാൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കേണ്ടി വരും അല്ലേ? എത്ര പേരുണ്ട് മൊത്തം ക്ലാസ്സിൽ? 59. അതിൽ നമ്മൾ എത്രാമത്തെ ആയിട്ട് വരും? അതിൽ 5ാമത്തെ. ആഹാ, അപ്പൊ ഒരു വലിയ കൈഡി എടുക്കണം അല്ലേ? നല്ലപോലെ പഠിക്കുകയും ചെയ്യും, പിന്നെ നല്ലപോലെ പാടാനും പോവാണ്. ഓക്കെ, അപ്പൊ ഇന്ന് മോനും ഏത് പാട്ടാ പാടണേ?
ഈ കണ്ണു നനഞ്ഞു കുതിർന്നു. ഓക്കേ, അപ്പൊ ഏതായാലും നല്ലപോലെ പാടും കേട്ടോ മോനു. നല്ലോണം ദൈവത്തിനോടൊക്കെ പ്രാർത്ഥിച്ചിട്ടില്ലേ നല്ലപോലെ പാടാൻ പറ്റാൻ? അപ്പൊ ദൈവം എന്തായാലും കൂടെ ഉണ്ടായിരിക്കും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഈ കണ്ണു നനഞ്ഞു കുതിർ
ഹാഷിം, എന്തോ അങ്ങനെ പാട്ട് പാടിക്കഴിഞ്ഞല്ലേ? വളരെ ടച്ചിങ് ആയിട്ടുള്ള ഒരു സോങ് ആയിരുന്നു മോൻ പാടിയത്. ഇവിടെയൊക്കെ ഇങ്ങനെ 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 നിൽക്കുന്നുണ്ട്, അത്രയും ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ നമുക്ക്. ഇത് എത്ര ദിവസം കൊണ്ടാ മോൻ പഠിച്ചേ? ഇത് നേരത്തെ മുതൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടായിരുന്നു. അപ്പം ഞാൻ ഇത് നേരത്തെ പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതാരം കൊണ്ട് അത്ര പ്രയാസം ഉണ്ടായിരുന്നില്ല അല്ലെ ഇവിടെ പാടാനായിട്ട്? ടെൻഷനും ഉണ്ടായിരുന്നില്ല. ഇതാരാ പഠിപ്പിച്ചെന്നേ മോന്? അത് ഞാൻ തന്നെ പഠിച്ചതാ. ആഹാ, ഓക്കെ. വളരെ സ്ട്രോങ് ആൻഡ് ബോൾഡ് ആയിട്ടുള്ള ആൻസേഴ്സ് ആണ് പുള്ളി പറയുന്നത്. അപ്പോൾ ഏതായാലും നമുക്ക് ചോദിക്കാം ജഡ്ജസിൻ്റെ അടുത്ത്. ഫിറോസിക്ക. ബോൾഡ് ഹാഷിം അല്ലേ? വളരെ ബോൾഡാണ്, നല്ല കുട്ടി. നല്ല ഡ്രസ്സിങ്, മണിമാരനായി മൊഞ്ചനായി തന്നെ ഒരുങ്ങി വന്നിട്ടുണ്ട്. നല്ല ഡ്രസ്സിങ്, മോനെ നല്ലൊരു എന്താ പറയുക, വേറെ ആരും മോശമൊന്നല്ല, അതുകൊണ്ട് ഉദ്ദേശിച്ചത് നമ്മളെ കുട്ടികളൊക്കെ നല്ലതിന്. പക്ഷെ ഒരു സ്പെഷ്യൽ പേഴ്സണാലിറ്റി. ഇവിടെ ഒരു പേരുണ്ട് ഇദ്ദേഹത്തിന്. പേരിട്ട് കഴിഞ്ഞോ? ഒരു പേരിട്ടിട്ടുണ്ട് ഇവിടെ എല്ലാവരും കൂടെ. തുടങ്ങിയല്ലേ ഉള്ളൂ, അപ്പോഴേക്ക് പേര് വന്നു. എന്തായിരുന്നു? ഇപ്പൊ ഫിറോസ്ക പറഞ്ഞല്ലോ റെക്സി ലുക്കാണ് എപ്പോഴും എന്നുള്ളത്. ഇൻകം ടാക്സ് ഓഫീസർ എന്നാണ് എല്ലാവരും വിളിക്കാൻ. ഒരു മീശയൊക്കെ വന്ന് ലക്ഷ്മി ഒന്ന് സങ്കല്പിച്ച് നോക്കി, വേണമെങ്കിൽ വരച്ചു കൊടുക്കാം നമുക്ക്. വിനോദിനെ വിളിച്ച് വരപ്പി. അത് ശരിക്കൊന്ന് വന്ന് അതൊന്ന് മേലോട്ട് പിരിച്ചു വെക്കണം, താഴോട്ടല്ല. അപ്പോൾ ഓഫീസർ തന്നെയാണ്. ഓഫീസർ നന്നായി പാടി കേട്ടോ. താങ്ക് യു. ആഷിം, ഒരു പാട്ടിൻ്റെ ഏറ്റവും പ്രയാസമുള്ള, മോന് കുഞ്ഞു മക്കളോട് പറയുന്ന പോലെയല്ല ഞാൻ പറയുന്നത്. കുറച്ച് എന്താ ഓഫീസറാ? ഇൻകം ടാക്സ്. ഇൻകം. അപ്പോൾ ആ ഓഫീസറോട് പറയുന്ന പോലെ തന്നെ പറയാം. ഒരു പാട്ടിൻ്റെ ഏറ്റവും പ്രയാസമുള്ള ഭാഗം എന്ന് പറയുന്നത് പാട്ട് തുടങ്ങുക, അവസാനിക്കുക. പാട്ട് തുടങ്ങാൻ ശ്രുതിയിൽ തുടങ്ങുക എന്നുള്ളതാണ് പലപ്പോഴും വലിയവർക്ക് പോലും, കുട്ടികൾക്ക് മാത്രമല്ല. അത് പല കാരണങ്ങൾ കൊണ്ടാണ്. മോന് ഈ എന്നല്ലേ തുടങ്ങുന്നത്, ഈ കണ്ണു നനഞ്ഞു, അത് എല്ലാ സ്ഥലത്തും കറക്റ്റാണ് പാടിയത്. താങ്ക് യു. തുടങ്ങിയത് കറക്റ്റായിരുന്നു അല്ലേ? അതൊരു ഒരു പ്രത്യേക നോട്ടാണ്. ആ നോട്ടിൽ നിന്നാണ് പാട്ടിലേക്ക് പോകുന്നത്. അതെല്ലാ സ്ഥലത്തും പാടിയതും കൃത്യമായിരുന്നു. പിന്നെ ഷെരീഫ് പാടിയതിൽ ഷെരീഫ് പാടിയത് തന്നെ കേട്ട് പഠിച്ചാണോ? അതിൽ മോൻ്റെതായ ചില ശൈലികളിലേക്ക് കുറച്ച് പോകുന്നുണ്ട്. കാരണം കുറച്ച് ടഫ് പ്ലാനുകളാണ് ആ പാട്ടിൽ പാടി വെച്ചിട്ടുള്ളത്. കൊച്ചിൻ ഷമീറാണ് ഇതിൻ്റെ ട്യൂണ്. അപ്പോൾ അത് 2 സ്ഥലങ്ങളാണ് ഞാൻ എഴുതി വെച്ചത്. നാഥ, രണ്ടാമത്തെ നാഥ. ജന്മം തന്ന നാഥ, അതാണ് പാടേണ്ടത്. മോനത് വേറൊരു പ്ലാനാണ് പാടിയത്. പിന്നെ തേടവേ എന്നാണ് പാടേണ്ടത്. കണ്ണു നനഞ്ഞു കുതിർന്നു ഞാൻ പാടവേ, ഈ കൽബു കരഞ്ഞു ഞാൻ തേടവേ, അതാണ് പാടേണ്ടത്. അതിങ്ങനെ വരണം കേട്ടോ. അത് കുറച്ചൊന്നും അത് മങ്ങലെന്നൊന്നും പറയാനില്ല, ഒന്ന് ലൈറ്റായി പോയി. ബാക്കി ഭാഗങ്ങളൊക്കെ ചരണം മനോഹരമായിട്ട് പാടി കേട്ടോ. ചരണം നല്ല തൊട്ട് പാടി സ്ഥലങ്ങളൊക്കെ. അപ്പോൾ ഓഫീസർ നന്നായി തന്നെ പാടി എന്നാണ് ഇതിൻ്റെ ചുരുക്കം കേട്ടോ. ഗംഭീരമായിട്ട് പാടി. ഇങ്ങനെ തന്നെ സംസാരിക്കണം കേട്ടോ. നല്ല ബോൾഡായിട്ട് സംസാരിക്കണം. സംസാരിക്കുന്ന കുട്ടികളെയാണ് ഞങ്ങൾക്ക്, പാടുന്നതും സംസാരിക്കുന്നതും കുട്ടികളെയാണ് കുട്ടി പട്ടുറുമാലിന് വേണ്ടത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ നിങ്ങളുമായിട്ട് എന്താണ് ഒരു ജഡ്ജസ് അല്ലെങ്കിൽ ക്രൂ മെമ്പേഴ്സ്, കുട്ടികൾ എന്ന ബന്ധമൊന്നുമല്ല. ഇങ്ങനെയാണ് ഫ്രണ്ട്സ്. അങ്ങനെയാണ് ഞങ്ങൾ അല്ലേ. ഇപ്പോഴേ നിങ്ങളുമായിട്ടൊക്കെ ഫ്രണ്ട്ഷിപ്പ് ആയില്ലേ ഞങ്ങൾ. നിങ്ങളിരിക്കുന്നിടത്ത് വന്ന് നിൽക്കുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ജഡ്ജസ് വേറെ, ഞങ്ങൾ വേറെ, നിങ്ങൾ വേറെ കണ്ടുകൂടാ, അതൊന്നുമില്ല. ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഒറ്റ കാര്യമാണ്, എന്തൊക്കെ പറഞ്ഞു തന്നാലും യു ഹാവ് ടു സിങ് ഓൺ ദ പ്ലാറ്റ്ഫോം അല്ലേ. നിങ്ങൾക്ക് പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് പാടേണ്ടതുണ്ട്. നിങ്ങൾ പാടിയാലേ ഞങ്ങൾ അതിനെ വിലയിരുത്തി കൃത്യമായിട്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ പാടണം, നന്നായി പാടണം. അപ്പോൾ കുരുന്നുകൾ പാടുമ്പോൾ ഞങ്ങളത് വലിയൊരു കാര്യമായിട്ടാണ് കാണുന്നത്. പ്രേക്ഷകരും അങ്ങനെ തന്നെയാണ് കാണുന്നത് കേട്ടോ. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു ഫിറോസിക്ക. ഓവർ ടു യു ഷബ്നം. എനിക്ക് മോൻ്റെ പേഴ്സണാലിറ്റി അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. താങ്ക് യു. നല്ലൊരു പേഴ്സണാലിറ്റിയാണ് മോന്. ഈ കണ്ണു നനഞ്ഞു, ശരിക്കും പറഞ്ഞാൽ കണ്ണ് നനയ്ക്കാനുള്ള കഴിവുള്ള ഒരു ഗായകനാണ് മോൻ. താങ്ക് യു. ബ്രില്യൻ സിംഗിങ് ആയിരുന്നു മോനെ. നന്നായിട്ട് പാടി മോൻ. താങ്ക് യു. എനിക്ക് ആ ഒരു പറഞ്ഞ പോലെ അനുപല്ലവിയായാലും ചരണമായാലും എല്ലാം ആ സ്റ്റാർട്ടിങ്ങും അത് കൊണ്ടുവന്ന് അവസാനിപ്പിക്കുന്ന എല്ലാത്തിനും ഒരു തിട്ടം ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. താങ്ക് യു. പിന്നെ എനിക്ക് ഹാഷിമിനെ കണ്ടപ്പം ഒരു നിങ്ങളൊക്കെ ചോട്ടാ ഭീം കാണാറുണ്ടോ? അതിൽ കാലിയാടെ ഒരു കട്ടില്ലേന്ന് നോക്ക്. എനിക്ക് തോന്നിയതാണ് കേട്ടോ. ചോട്ടാ ഭീമിലെ കാലിയാട കേൾക്കുമ്പോൾ മനസ്സിലാവും എല്ലാവർക്കും ഇല്ലേ? എന്ന് വെച്ചാൽ നിങ്ങൾ കാലിയാന്ന് വിളിച്ച് കളിയാക്കി അങ്ങനെ ചെയ്താല നോയിക്കോ. എപ്പോൾ കളിയാക്കി എന്ന് ചോദിച്ചാൽ മതി. ആണ്.
ആ നല്ലൊരു ഓഫീസറായിട്ട് കൊമ്പമീശൊക്കെ വെച്ച് നിൽക്കുകയായിരുന്നു. സാരമില്ല, കുട്ടിയല്ലേ, അപ്പൊ കാലിയാന്ന് വിളിച്ചാലും കുഴപ്പമൊന്നുമില്ല. വിഷമമുണ്ടോ ഹാഷിമിന്? ഇല്ല, കണ്ടോ? ഓക്കെ മോനെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷബ്നം. ദെൻ സജ്ല. ഹാഷിം, കുറേ പേര് വീണല്ലോ. ഞാൻ ഗുണ്ടൂസിന്ന് വിളിക്കട്ടെ? കുഴപ്പമില്ല. അങ്ങനെ ആരെങ്കിലും പറയാറുണ്ടോ ഗുണ്ടുമണി? ഇല്ല. പക്ഷെ ഗുണ്ടൂസ് ആണല്ലോ, വയറൊക്കെ ഉണ്ടല്ലോ ചെറിയ. പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയാം? നല്ല തടിച്ച് നല്ല ഇൻസൈഡൊക്കെ ചെയ്ത്, അതുകൊണ്ടൊക്കെ തന്നെയാണ് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞേ. അപ്പം ഇഷ്ടമായി അല്ലേ എല്ലാവരും ഗുണ്ടൂസ്? അപ്പോൾ ഗുണ്ടൂസ് പാടിയത് മോൻ്റെ അതേ സ്റ്റൈലിൽ തന്നെയാണ് പാടിയത്. എന്താ വെച്ചാൽ ഷെരീഫ് കാർഡ് കേട്ടിട്ട് മോൻ പാടിയത് കേൾക്കുമ്പോൾ മോൻ്റെ സ്റ്റൈലിലാണ്. ഷെരീഫ് കാ പാടിയതിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ടായിരുന്നു, എന്നാലും ഭംഗിയായിട്ട് തന്നെ പാടിയിട്ടുണ്ട്. പിന്നെ എനിക്ക് ഒന്ന് തോന്നിയത്, മോൻ പാടിയില്ലേ ഫസ്റ്റ് ഈ കണ്ണു നനഞ്ഞു, ഈ കണ്ണു നനഞ്ഞു കുതിർന്നു ഞാൻ പാടവേ, അങ്ങനെയാണ് ഫസ്റ്റ് കുറച്ച് പ്ലെയിൻ ആയിട്ട് പാടാം. മോൻ പാടിയത് പാടവേ, അങ്ങനെയാണ് മോൻ പാടിയത്. അപ്പോൾ ആദ്യം ഒന്ന് ശരിക്കും ഈ കമ്പോസർ അവരെ കുറച്ച് റെസ്പെക്റ്റ് ചെയ്യണമല്ലോ നമ്മൾ. അപ്പോൾ ഈ കമ്പോസ് ചെയ്ത് എന്താണോ അത് ഫസ്റ്റ് മോൻ പാടാം, എന്നിട്ട് മോൻ ഇംപ്രവൈസ് ചെയ്യുക. അത് മോൻ കേട്ട് പഠിച്ചതിൻ്റെ പ്രശ്നമാണോ എന്നറിയില്ല. നമ്മളിപ്പോൾ മക്കളിപ്പോൾ ചിലപ്പോൾ നമ്മളിപ്പോൾ കേൾക്കുമ്പോൾ അതിൻ്റെ കൂടെ പാടിയിട്ട് പ്രാക്ടീസ് ചെയ്യാറാണ് പതിവ്. അപ്പോൾ മക്കൾക്ക് അറിയാൻ പറ്റില്ല, അതിൽ വരുന്ന തെറ്റുകൾ കുട്ടികൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എല്ലാവരും പാട്ട് ആദ്യം കേൾക്കുക, നന്നായി കേട്ടിട്ട് ഒറ്റയ്ക്ക് പാടി നോക്കുക. അപ്പോൾ സെയിം ആണോ രണ്ടും എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ? അതാണ് മോന് പറ്റിയത്. ഈ പാട്ടിൻ്റെ കൂടെ തന്നെ പാടി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറേ ഷോസിൽ പാടിയെന്നല്ല പറഞ്ഞേ. അപ്പം നമ്മൾ പാടുമ്പോൾ കുറേ പ്ലാൻസൊക്കെ നമ്മൾ എക്സ്ട്രാ ചേർത്ത് പാടും. കുറേ ആ എക്സ്പീരിയൻസ് കൂടുന്തോറും നമുക്കിങ്ങനെ പ്ലാൻസൊക്കെ കുറേ പാടി ഒരു ഇത് വന്നിട്ടുണ്ടാകും. അതുകൊണ്ടാണ് മോൻ ആ ഒരു സ്റ്റൈൽ ഇത് പറഞ്ഞു തരുന്നത്. നെക്സ്റ്റ് റൗണ്ടിൽ മോൻ പാട്ട് എടുത്ത് വരുമ്പോൾ ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞു തരുന്നത്. പിന്നെ എന്താ പറയുക, ലൈവിൽ ചെറിയ സ്ലിപ്സൊക്കെ വരും, ചിലപ്പോൾ സ്ക്രാച്ചസ് വരും. പക്ഷേ ഈ ഒരു ഇതിൽ മോൻ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. മോൻ്റെ സ്റ്റൈലിൽ പാടി. താങ്ക് യു സജ്ല. അപ്പോൾ മോനു, ഇനി നമുക്ക് മാർക്സ് വയ്ക്കാം. എക്സ്പെക്ടേഷൻ ഉണ്ടോ? ഏകദേശം ഒരു എത്ര മാർക്ക് കിട്ടും? ഒരു ഗസ് ചെയ്തേ, ഒരു ഗസ് വർക്ക്. 90? ഗസ് ചെയ്യേ. 98, 97. 97, 98. നോക്കാമല്ലോ നമുക്ക് എത്രത്തോളം അടുത്ത് വരുമോ അതിനേക്കാൾ കൂടുതൽ. ഫിറോസ്ക ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് ഫിറോസ്കയിൽ നിന്ന് തന്നെ തുടങ്ങാം. ഞങ്ങൾ ഏകദേശം വെച്ചിട്ടുള്ളൊരു കട്ട് ഓഫ് 97, 98 ആണ് കേട്ടോ. കിട്ടുമോ നോക്കാം. മുട്ടോ ഫിറോസ്ക ഔട്ട് ഓഫ് 40? ഇവരിങ്ങനെ പ്രതീക്ഷ വെച്ചാൽ മുഖം നോക്ക്. ഹാഷിം. അല്ല, ഈ മുഖം സുന്ദരമായ മുഖം ഒന്ന് നോക്കാൻ പറഞ്ഞതാ. നോക്കട്ടെ, സുന്ദരന. മുഖം നോക്കുന്ന ലക്ഷ്മിയോട് പറഞ്ഞപ്പോൾ ഹാഷിം നോ. ഞാൻ കേട്ടത് മുഹമ്മദ്. കുട്ടിയെ കുറ്റം പറയാൻ പറ്റില്ല. പ്രതീക്ഷ തീരെ താഴെ പോകുന്നില്ല. എന്നാലും ഞങ്ങളിങ്ങനെ മെല്ലെ വേണം നിങ്ങൾ അളന്നളന്ന് വരാൻ. ഇപ്പോൾ ഈ ആദ്യത്തെ ഫസ്റ്റ് റൗണ്ടിൽ നിങ്ങൾ പാടുന്ന കുട്ടികൾക്ക് എല്ലാം ഞങ്ങൾ നല്ല മാർക്ക് തന്നെ തരുന്നത്. മാർക്ക് കുറച്ചാൽ ചീത്ത പറയും ഞങ്ങൾ പ്രേക്ഷകർ. അത് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. കുട്ടികളല്ലേ എന്ന് ചോദിച്ചാൽ ഉത്തരവില്ല ഞങ്ങൾക്ക്. എന്നാൽ നിങ്ങളുടെ പോരായ്മകൾ ചെറുതായിട്ട് പറഞ്ഞു തന്ന് നിങ്ങളെ തിരുത്തുകയും വേണ്ടേ? അവർ ആ പാട്ടിലൂടെ അല്ലേ വളരുക. അവരെ തിരുത്തിയില്ലെങ്കിൽ അവർക്ക് അത് അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെ അതും ചോദിക്കും ഇവർ പ്രേക്ഷകർ. അപ്പോൾ ഇവരുടെ വല്ലാത്തൊരു അവസ്ഥയിലാണ് ഞങ്ങൾ. ഇൻ ബിറ്റ്വീൻ ഡബിൾ ആൻഡ് ഡീപ് സീ എന്ന് പറയുന്നൊരവസ്ഥയുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ നിൽക്കുന്നത്, മനസ്സിലായില്ലേ? ചെകുത്താനും നടുക്കടലിനും ഇടയിൽ അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ എന്നാൽ പോലും നല്ല മാർക്ക് തന്നെ എല്ലാവർക്കും തരുന്നത്. അപ്പോൾ നിങ്ങളുടെ ഈ വളർച്ചയ്ക്കും കൂടെയുള്ളൊരു മാർക്കാണ് ഞങ്ങൾ ഈ കൂട്ടിത്തരുന്നത് തുടക്കത്തിൽ. അപ്പോൾ മോൻ ഈ പാട്ടിന് 38.5. 38.5 ഔട്ട് ഓഫ് 40. ഏകദേശം മുട്ടും തോന്നുന്നു അല്ലേ? നോക്കാം. ഷബ്നം ഔട്ട് ഓഫ് 30. ഒറ്റ മാർക്കേ കുറയ്ക്കുന്നുള്ളൂ. യെസ്, 29. 29 ഔട്ട് ഓഫ് 30. Then Sashla out of 30. ഹാഷിമിന് 28.5. 28.5 out of 30. അങ്ങനെ മോന് ടോട്ടൽ സ്കോർ 96 out of 100. എന്തായാലും നമ്മൾ പറഞ്ഞാൽ ചെറുതായിട്ടൊന്നും അങ്ങോട്ട് പോയി സാറില്ല അല്ലേ? ഒരു മാർക്കല്ലേ? അപ്പോൾ ഇതിൽ മോനു കൺഗ്രാറ്റുലേഷൻസ്, 96 ഉണ്ട് ഔട്ട് ഓഫ് 100. അപ്പോൾ വീണ്ടും നമ്മുടെ ഇൻകം ടാക്സ് ഓഫീസറായിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഗുണ്ടൂസായിട്ടും ഒക്കെ വീണ്ടും വരിക കേട്ടോ. ഞങ്ങൾക്ക് ഇഷ്ടമാണ് ഇങ്ങനെ നല്ല സ്മാർട്ടായിട്ട് വീണ്ടും വരാം. താങ്ക് യു മോനു, കൺഗ്രാറ്റ്.
തീരുന്നതിന് മുമ്പ് ക്ലാസിക് മെൻസ്വെയർ അങ്കമാലി നൽകുന്ന ഷെർവാണിയാണോ അതോ പ്രിൻസ് പട്ടുപാവാട നൽകാൻ പോകുന്ന ഒരു ഗിഫ്റ്റ് ആണോ നമ്മുടെ ഈ 2 കുട്ടീസിൽ ആർക്കാർക്കും കിട്ടാൻ പോവാ എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും ഈ 2 കണ്ടസ്റ്റൻസ് ആയിരുന്നു. ഈ 2 പേര് തന്നെ പാടിയിട്ടുള്ളൂ അല്ലേ? കസ്റ്റംസ് ഓക്കെ, ഞാൻ സമ്മതിച്ചു. മോളും സമ്മതിച്ചു. ഞാനും പാടിയിട്ടുണ്ടായിരുന്നു അതില്. അല്ല, അത് പിള്ളേരുടെ കൂടെ. ഇതേത് കുട്ടി? ഈ കുട്ടിയെ കണ്ടിട്ടില്ലല്ലോ. ഞാൻ പാടിയിട്ടുണ്ടായിരുന്നു. നോക്കട്ടെ, ഇത് കുട്ടിയല്ലേ? ഇത് മുട്ടിയ എന്താ? ബഷീർക്ക് ഇവിടുത്തെ ഞാൻ പാടിയില്ലേ? ഞാൻ കയറിക്കോട്ടെ. ഇത് ഈ സ്റ്റേജ്, ഈ ഫ്ലോറിൽ ഞാൻ പാടിയോ? പാടിയില്ലേ? ഈ എപ്പിസോഡിൽ പാടിയില്ലേ ഞാൻ? അതൊക്കെ പിന്നെ അത് പക്ഷെ കുട്ടികളുടെ കൂടെ പാടിയതല്ലേ? ഞാൻ കുട്ടിയല്ലേ, വലിയ കുട്ടിയല്ലേ ഞാൻ? ശരിയാണ്. ഇതാണ് നമ്മുടെ കുട്ടി പട്ടുപാൽ സീസൺ 2. ഒന്നും കൂടെ പ്രായം കുറഞ്ഞ് കുട്ടി 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 പട്ടുപാലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഏതായാലും ഈ കുട്ടീസിൽ നമ്മുടെ 3 കുട്ടീസ്, ബഷീർ കുട്ടി, നമ്മുടെ ഈ കുട്ടി, പിന്നെ ഹാഷിം കുട്ടി, അതുപോലെ തന്നെ നമ്മുടെ അൽഹന കുട്ടി. അപ്പൊ ഈ 3 കുട്ടീസിൽ വെച്ച് ഏത് കുട്ടിക്കാണ്? ബഷീർ കുട്ടിക്കാണോ? ലക്ഷ്മി, അത് എനിക്ക് ഉറപ്പില്ല കേട്ടോ. പാടിത്തരണം. അത് പാടിയ ബഷീർക്ക് നമുക്ക് നോക്കാം. സ്റ്റാർ ഓഫ് ദ എപ്പിസോഡ് ആണ്. അങ്ങനെ സമ്മതിച്ചു തരാൻ പറ്റുമോ? ഇത് ബഷീർക്ക് പിള്ളേരുടെ കൂടെ പാടിയത്, അതൊന്നും പറ്റില്ല. ഇപ്പൊ ഒറ്റയ്ക്ക് പാടും. അപ്പൊ പാടും. 3 പേരും പാടട്ടെ. 3 പേരും ഞങ്ങൾ മറന്നുപോയി. 3 പേരും പാടട്ടെ. എൻ്റെ കൂടെ പാടാൻ ഒരുപാട് പേരുണ്ടായിരുന്നു. അവരൊക്കെ ഇപ്പൊ എന്നെ ചതിച്ചു. സാറില്ല, ഞാൻ ഇപ്പൊ പാടിക്കോളാം. എന്തെല്ലാം വർണ്ണങ്ങൾ, എന്തെല്ലാം ഗന്ധങ്ങൾ, എന്തെല്ലാം പൂക്കളി ഉദ്യാനത്തിൽ, അവിടെ ഏതെല്ലാം ജാതിക്കാർ ഭാരതത്തിൽ, എന്തെല്ലാം വർണ്ണങ്ങൾ. സാരമില്ല, സംഭവം എനിക്ക് തന്നെ ഇനി കൂടുതൽ പാടേണ്ട കാര്യമില്ല. എന്തായാലും ബഷീർക്ക് ഒരു പട്ടുപാവാട ഇടാൻ ഭാഗ്യം ഉണ്ടാവോ നമുക്കറിയില്ല. അതെ ലക്ഷ്മി, ഇതിപ്പോ അത്ര ഒരു മികച്ചതായിട്ട് അങ്ങനെ തോന്നിയെന്നൊരു അഭിപ്രായം എനിക്കില്ല. പാടട്ടെ, കുട്ടികൾ പാടട്ടെ. അടുത്ത ആള് നമ്മുടെ ഹാഷിം ഒന്ന് പാടി നോക്കൂ. നിങ്ങൾക്ക് പട്ടുപാവാട കിട്ടാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് അടുത്ത കുട്ടി പാടും പറയാം. ഈ കണ്ണു നനഞ്ഞു കുതിർന്നു ഞാൻ പാടവേ, ഈ കൽബു പിടഞ്ഞു പിടഞ്ഞു ഞാൻ തേടവേ, ഈ കണ്ണു നനഞ്ഞു കുതിർന്നു ഞാൻ പാടവേ, ഈ കൽബു പിടഞ്ഞു പിടഞ്ഞു ഞാൻ തേടവേ. ബഷീർ കുട്ടി, ഈ കുട്ടിയുടെ പാട്ട് കേട്ടില്ലേ? നന്നായിട്ടുണ്ട്. പക്ഷെ അത്ര മികച്ചതായിട്ട് തോന്നിയില്ല എന്ന് എന്നോട് പറഞ്ഞില്ലേ? ഞാൻ ശ്രീകൃഷ്ണനെ വെച്ച് തല്ലിക്കും. ശ്രീകൃഷ്ണൻ റെഡി ആയിട്ടുണ്ട് തല്ലാൻ. അയ്യോ, കുട്ടി കുട്ടി വളരെ സ്മോൾ കുട്ടി. ഓക്കെ. അപ്പൊ ഇനി ഈ സ്മോൾ കുട്ടിയുടെ പാട്ട് നമുക്ക് കേൾക്കാം. പാടല്ലേ? നമ്മൾ തന്നെ പട്ടുപാവാട കൊണ്ടുപോകില്ലേ? ഞാൻ തന്നെ കൊണ്ടുപോകും. ഞങ്ങൾ പാടി കേൾപ്പിക്കാം. പാടുമ്പോളൂ. കസ്തൂരി തൈലമിട്ട് മൂടി മീനുക്കി, മുത്തോട് മുത്തു വെച്ച വള കിലുക്കി, കയ്യിൽ മുത്തോട് മുത്തു വെച്ച വള കിലുക്കി, മന്ദാരക്കുളങ്ങരെ കുളിച്ചൊരുങ്ങി, മംഗല്യ തട്ടമിട്ട പുതുക പെണ്ണ്, ആരിൽ മഞ്ചാടി മാവുകുള്ള മിടുക്കി പെണ്ണ്. അല്ല, എന്തിനാ നമ്മളൊക്കെ പാടുന്നത്? നമ്മളൊക്കെ എന്തിനാ നമ്മളൊക്കെ പാടുന്നത്? കേട്ടില്ലേ? അപ്പോ എങ്ങനെയാ? ഷെർവാണി അവർക്ക് കൊടുക്കണോ പട്ടുപാവാട ഇങ്ങോട്ട് വരണോ? അങ്ങോട്ടോ? ജഡ്ജസ് ഒന്നും പറഞ്ഞില്ലല്ലോ ആരുടെ പാട്ട് നന്നായി എന്ന്. ആരുടെ പാട്ട് നന്നായത് തോന്നണേ? ബഷീർ കുട്ടിയുടെ ആണോ, ഈഷാം കുട്ടിയുടെ ആണോ, അതോ നെഹല കുട്ടിയുടെ ആണോ, അൽഹന കുട്ടിയുടെ ആണോ? അവൾ തന്നെ പറഞ്ഞു അൽഹന. സജിലെ ഷബിന ഒന്ന് പറഞ്ഞു ജഡ്ജ്മെന്റ്. എനിക്ക് തോന്നുന്നു അൽഹന അല്ല, ബഷീർക്കല്ലേ പാടിയത്? അൽഹന ബഷീർക്കല്ലേ പാടിയത്? അല്ല അല്ല, ഒന്നുമല്ല. അപ്പൊ എന്ത് ചെയ്യും? ഷർവാണി അവൾക്ക് കൊടുത്തിട്ട് പട്ടുപാവാട ഇവിടെ കൊടുത്തൂടെ? ഇയാൾക്ക് പക്ഷെ സാരിയില്ല ബഷീർക്ക. നമ്മൾ സാരി വേണ്ട. അതെ, അപ്പൊ സാരമില്ല ബഷീർക്ക. നമുക്ക് ഇവക്ക് കൊടുത്താലോ? നമ്മളെ കൂട്ടത്തില് ചെറിയ മോളല്ലേ, മോള് നന്നായി പാടുകയും ചെയ്തല്ലോ അല്ലേ? കൊടുക്കാം, അൽഹന കൊടുക്കാം. അപ്പൊ ഒരു വലിയ കൈഡ് ഇഷ്ടത്തോട് കൊടുക്കാലോ അല്ലേ? അപ്പൊ ഡിക്ലെയർ ചെയ്തോ ഫൈനലി. അങ്ങനെ നമ്മുടെ കുട്ടി 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 പട്ടുമാല ഏറ്റവും കുട്ടി
അടുത്തതായി നമ്മുടെ പൊടിമോൾക്കാണ് ഇവിടെ ഇന്ന് സമ്മാനം കിട്ടിയിട്ടുള്ളത്, ദ സ്റ്റാർ ഓഫ് ദ എപ്പിസോഡ്. അപ്പോൾ ഏതായാലും കസ്തൂരി തൈലമിട്ട് മുടി മിനുക്കിയ മറ്റൊരു സുന്ദരമായ എപ്പിസോഡിന് ഇവിടെ തിരശ്ശീല വീഴാണ്. വീണ്ടും സുഗന്ധമേറിയ മറ്റൊരു എപ്പിസോഡുമായിട്ട് ഞങ്ങൾ വീണ്ടും എത്തും. Till then we are signing off from കുട്ടി 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 കുട്ടിപ്പട്ടുമാൽ. കസ്തൂരി തൈലമിട്ട് മുടി മിനുക്കി മുത്തോടെ മുത്തുവെച്ച വളകിലുക്കി കയ്യിൽ മുത്തോടെ മുത്തുവെച്ച വളകിലുക്കി മന്ദാര കുളങ്ങരെ കുളിച്ചൊരുങ്ങി മംഗല്യ തട്ടമിട്ട പുതുക്ക പെണ്ണ് മാറിൽ മഞ്ചാടി മറുകുള്ള മിടുക്കി പെണ്ണ് കസ്തൂരി തൈലമിട്ട് മുടി മിനുക്കി മുത്തോടെ മുത്തുവെച്ച വളകിലുക്കി കയ്യിൽ മുത്തോടെ മുത്തുവെച്ച വളകിലുക്കി.